ഈ പെണ്ണ് പോലീസ് ഡ്യൂട്ടിയിലായിരുന്നപ്പോൾ ഒരു ടാക്സിയുടെ പിൻസീറ്റിൽ ഭയാനകമായ എന്തോ ഒന്ന് അവൾ കണ്ടു. ഉടൻ തന്നെ തോക്ക് പുറത്തെടുത്ത അവൾ ആ മനുഷ്യനോട് കാറിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. ആ മനുഷ്യൻ പുറത്തിറങ്ങിയത് ചിരി അടക്കിപ്പിടിച്ചുകൊണ്ടായിരുന്നു. അയാൾ തന്റെ 2 കൈകളും കാറിന് മുകളിൽ വെച്ചു. തന്റെ അമ്മയുടെ ഓഫീസിൽ നിന്ന് ഒരു മനുഷ്യത്തല അയാൾ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞു. അയാളുടെ അമ്മ ഒരു ഫോറൻസിക് ഡോക്ടറായിരുന്നു. അയാൾ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും അയാളുടെ മാതാപിതാക്കൾ മാപ്പ് പറഞ്ഞതോടെ പോലീസ് ചീഫ് അയാളെ വിട്ടയക്കാൻ ഉത്തരവിട്ടു. അന്നു മുതൽ ആ ഓഫീസറുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി മാത്രം അയാൾ മനഃപൂർവ്വം അശ്രദ്ധമായി വണ്ടി ഓടിക്കാൻ തുടങ്ങി. ദേഷ്യം വന്ന ഓഫീസർ ഓരോ തവണയും അയാൾക്ക് പിഴ എഴുതി നൽകി. എന്നാൽ അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് അവൾക്ക് പാനീയങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. പിന്നീട് അയാൾ തന്നെ പിഴയ്ക്കുള്ള വിവരങ്ങൾ പൂരിപ്പിക്കാൻ പഠിക്കുകയും ഓഫീസർക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരാത്ത വിധം അത് നേരിട്ട് എത്തിച്ചു നൽകുകയും ചെയ്തു. സ്പീഡ് റോഡിൽ അയാളുടെ വേഗത കണ്ടിട്ടും അവൾ അവഗണിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഇടപെടുന്നതുവരെ അയാൾ അവിടെ തന്നെ വട്ടം ചുറ്റിക്കൊണ്ടിരുന്നു. തനിക്ക് ലഭിക്കുന്ന ഓരോ പിഴയെയും അയാൾ ഒരു പ്രേമലേഖനം പോലെ കരുതിയിരുന്നതിനാൽ അയാൾക്ക് അവളോട് പ്രണയമാണെന്ന് സഹപ്രവർത്തകർ അവളോട് പറഞ്ഞു. ഒടുവിൽ സഹികെട്ട ഓഫീസർ അയാളെ തടഞ്ഞു നിർത്തുകയും തന്റെ ബ്രീഫ് കേസ് കൊണ്ട് അടിക്കുകയും ചെയ്തു. മനസ്സിലുള്ളത് തുറന്നു പറയാൻ അവൾ അവനോട് ആവശ്യപ്പെട്ടു. തന്നോട് ഇഷ്ടമാണോ എന്ന് അവൾ നേരിട്ട് ചോദിച്ചപ്പോൾ അയാൾ സ്തംഭിച്ചുപോയി. ആ അവസരം മുതലെടുത്ത് അവൾ അവസാനമായി ഒരു ടിക്കറ്റ് കൂടി എഴുതി നൽകി. ഇതിനുള്ള മറുപടി മറ്റൊരു ദിവസം നൽകിയാൽ മതിയെന്ന് അവനോട് പറഞ്ഞു. അവൾ നടന്നു നീങ്ങിയപ്പോൾ ആ പേപ്പർ ഒരു പിഴയല്ലെന്നും മറിച്ച് അവളുടെ ഫോൺ നമ്പറാണെന്നും അയാൾ തിരിച്ചറിഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.